പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ജോസിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യണം ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം ഏത് അൺബോക്സ് ചെയ്യണം? ഇത് എനിക്ക് ലാഭം അഭിനോട് തന്നാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഇത് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് എന്റെ കവറായത് ഞാനൊരു ഗിഫ്റ്റ് കൂടി അവിടെ കൊണ്ട് വെച്ചതാ. ഗൈസ് ഇന്നൊരു സിൽക്കിന്റെ കളിയാണ് ഗൈസ്. ഓറിയോ എന്റെ ഫേവറേറ്റ് ആണ്, ഓറിയോ സ്റ്റിക്ക്. താങ്ക് യു ലാമു. കമ്മല് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജിമിക്ക് ഇഷ്ടമാണ്, ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു. നെക്സ്റ്റ് ഏത് അൺബോക്സ് ചെയ്യണം? ഇത് അമ്മ തന്നാണ്ട്. ഇത് ശരിക്കും എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള മേടിച്ചോളാന്നാ പറഞ്ഞത്. ഇന്ന് അമ്മ വന്നപ്പോഴത്തേക്കും ഒരു ബെഡ്ഷീറ്റ് വേണം. ഇത് മറ്റേ പട്ടിക്കുട്ടിയുടെ ഇതല്ല, ലിവാൻകുട്ടന് വേണ്ടി ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന്, പിന്നെ ഇതുപോലെ ഒരു വൂളൻ ബെഡ്ഷീറ്റ്. ഇത് എനിക്കാണെന്നാണ് പറഞ്ഞത്. നല്ല നല്ല പനി, ഇങ്ങനെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഉറങ്ങാൻ. പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട്. എനിക്ക് ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നമ്മള് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനം ഉണ്ടാവും കൊണ്ടുപോകാനായിട്ട്. ഇതിൽ ഒരുപാട് റോ ഉണ്ട്, ഓരോ സാധനം വെക്കാനായിട്ട്. പിന്നെ ഇതൊരു ലൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാകും, പക്ഷെ നമുക്ക് ഇത് വാഷബിൾ ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അമ്മ. താങ്ക് യു അപ്പാ. അടുത്തത് നമുക്ക് ഇതാണ്. ഇത് ചേച്ചി കൊണ്ടുവന്നതാണേ. ഇതെന്തായിരിക്കില്ല നമുക്ക്? എനിക്ക് എൻ്റെ ഒരു ഇതിൽ ചെരുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പെട്ടി കണ്ടിട്ട് എന്താണെന്നറിയില്ല, ചെരുപ്പാണ്. ഞാനൊന്ന് ഗസ് ചെയ്താണ്. ഈ ഒരു ബോക്സ് കണ്ടിട്ട് ചെരുപ്പാണെന്ന് ഞാൻ ചെരുപ്പാണ് ഗൈസ്. പക്ഷെ ഇതെനിക്ക് വലുതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് എന്റെ കാലും കഴിയും ഭയങ്കര ചെറുതാ. എന്റെ ഈ ഒരു ബോഡിനനുസരിച്ചുള്ള കൈകാലം എനിക്ക് എന്റെ കാലിന്റെ സൈസ് 5 ആണ്. ഇതെനിക്ക് വലുതാണ്. കുഴപ്പമില്ല ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇതിപ്പോ ചെരുപ്പ് മാത്രമല്ല, നീ വീണ്ടും കമ്മൽ, സിൽവർ കമ്മൽ. താങ്ക് യു. ഇത് എന്റെ നാത്തൂനും ചേച്ചിയും ചേട്ടനും കൂടി തന്നാണ്. ഇത് എന്തായിരിക്കും? ഡ്രസ്സായിരിക്കും. എന്താണ്? ഡ്രസ്സായിരിക്കും. സ്വപ്നയുടെ കളറായതുകൊണ്ട് ഡ്രസ്സായിരിക്കും. ഫസ്റ്റ് ഒരു കമ്മലാണ്. കമ്മലിന് തിരുമഴയാണ്. ഒരുപാട് കമ്മൽ കിട്ടി. എന്റെ ഫെവന്റെ ഭയങ്കര ക്രേസുള്ള ഒരേ ഒരു കാര്യം കമ്മൽ. എവിടെ പോയാലും ഒരു കുന്ന് കണക്കിന് കമ്മൽ ഞാൻ മേടിക്കും. ഇഷ്ടംപോലെ കമ്മലുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടം. കുറെ കമ്മൽ കിട്ടി. പിന്നെ ഒരു ഉടുപ്പാണ് ഗൈസ്. ഒന്നല്ല, 2. ഗ്രീൻ കളർ കൊള്ളാം. ഒന്നുകൂടി. നെക്സ്റ്റ് കൊള്ളാം. ഇതെന്റെ ബാഗുമായിട്ട് നല്ല മാച്ചിങ് ആയി ഡ്രസ്. ഇതേ നോക്കി, നല്ല മാച്ചിങ് ആണ്. രണ്ടും ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. അടുത്ത ഗിഫ്റ്റാണ് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്. അതുകൊണ്ടാണ് അത് ലാസ്റ്റത്തേക്ക് വെച്ചത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്പെഷ്യൽ ഫുഡ്. ഇതാണ് നമ്മുടെ ഏറ്റവും ബിഗ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഗിഫ്റ്റ്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അത് ഡയറി മിൽക്ക് സിൽക്ക്. അത് ചേട്ടനും ചേച്ചി വന്നപ്പോൾ ഒരു മറ്റേ ഫ്രൂട്ട് ആൻഡ് നട്ടിന്റെ ഒരു സിൽക്ക് കൂടി ഉണ്ട്. അത് വലുതാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു. താങ്ക് യു ജോഫി ചേട്ടാ. താങ്ക് യു ചേച്ചി. എനിക്ക് മിഠായും ഡയറി മിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊന്നും എനിക്ക് ഡയറി മിൽക്ക് കിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇഷ്ടംപോലെ സിൽക്ക് കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ ഭയങ്കര എന്താ പറയാ, ഇത് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയില്ല. എൻ്റെ ഇച്ചായൻ തന്ന ഗിഫ്റ്റാണ്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. ഇച്ചായൻ ഷിപ്പിലാണ്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഈ സാധനം ഇങ്ങോട്ട് വന്ന കാര്യം. ഇത് ഒരു ബർത്ത്ഡേക്ക് ഒരു 2-3 ദിവസം മുന്നേ ഈ സാധനം ഇവിടെ ഓൾറെഡി വന്നതാണ്. ഇതൊരു ഓവനാണ്. ഞാൻ അത്യാവശ്യം
നല്ലോണം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്ന് മുതലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു മൈക്രോ ഓവൻ മേടിക്കുക എന്നുള്ളത്. ഭയങ്കര ആഗ്രഹം. കാരണം നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പുതിയ പുതിയ ഫുഡ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓവൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുള്ളവരാണ്. ഈ ചിലർ പറയുന്നത് നമുക്കൊരു ഓവൻ മേടിക്കണം. കറക്റ്റ് ഇച്ചാണ് എൻ്റെ ആ ഒരു മനസ്സറിഞ്ഞ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഓവൻ. ഇത് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് അടുക്കളയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബോക്സ് എടുത്തത് കാണിക്കാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല എനിക്ക് കുറേ ചോക്ലേറ്റ് ചോക്ലേറ്റും കൂടി ഉണ്ട് കേട്ടോ ഇതിലൂടെ. അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു, മെൽറ്റായി. എൻ്റെ ഫേവറേറ്റ് ആണ് ഫെറാറി റോച്ചർ. ആ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. ഡെയറി മിൽക്ക് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് സിൽക്കിൽ. അതിൽ സിൽക്ക് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ് അല്ലേടാ, ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പല പല സിൽക്ക് ഉണ്ട്, മറ്റേ ബാക്കി എല്ലാം ഉണ്ട്. ഒരുപാട് മിഠായി ഉണ്ട് കേട്ടോ, ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കിറ്റ്കാറ്റ് ഉണ്ട്. പിന്നെ റാഫൽ ഈ മിഠായി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. റാഫല്ലോ ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം ഹസ്ബൻഡാണ്. പക്ഷെ ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹഗ്. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഇപ്പോൾ ഒരു ഐഫോൺ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. കാരണം എൻ്റെ മനസ്സറിഞ്ഞ് തന്ന ഗിഫ്റ്റാണിത്. ഇതുപോലെ തന്നെ ചോക്ലേറ്റ്, എനിക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മിഠായി കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് 2 ഗിഫ്റ്റും കൂടി കിട്ടി. അത് വില മതിക്കാനാകാത്ത 2 ഗിഫ്റ്റാണ് കേട്ടോ. ഒന്ന് ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ തന്നെ അമ്മച്ചി വന്ന് വിളിച്ച് എന്നെ വിഷ് ചെയ്ത് എനിക്കൊരു ഡെയറി മിൽക്ക് കൊണ്ടുവന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ട് വിഷ് ചെയ്ത് എനിക്ക് മിഠായി തന്നു. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക്. ഞങ്ങൾ 2 പേരും മിഠായി കഴിച്ചു, കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അപ്പച്ചൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ എന്നെ വിഷ് ചെയ്ത് എനിക്കൊരു ഉമ്മ തന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് സന്തോഷം കൊണ്ടാണ് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് മാറി എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതായിപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർ നമ്മുടെ അവരുടെ ആ ഒരു സ്നേഹം അവരെ എക്സ്പ്രസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമായി. എന്തായാലും ഈ പ്രാവശ്യത്തെ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി ഇന്നിവിടെ വന്ന് എൻ്റെ ഒപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും, ചേച്ചി, ചേട്ടൻ, പിന്നെ അബിലാമു, എല്ലാവർക്കും, അമ്മ, വീട്ടിൽ നിന്ന് വന്ന ചേച്ചിമാർ, ചേട്ടൻ, പിന്നെ അളിയൻ, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ലോട്ട്സ് ഓഫ് ഹഗ് ആൻഡ് ലവ്. പിന്നെ എൻ്റെ ഇച്ചായൻ ആണ് എല്ലാം സെറ്റ് ചെയ്ത്. ഇച്ചാൻ ഇവിടെ ഇല്ലെങ്കിലും ഇച്ചാൻ്റെ പ്രസൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എന്നെ ഇച്ചാൻ എൻ്റെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ബാക്ക് പില്ലറാണ് ഇച്ചായന് ലവ് യു സോ മച്ച്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു എന്തായാലും, ഇല്ലല്ലോ? യെസ്, നല്ലായിരുന്നില്ലേ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലെ ഫുഡായിരുന്നു. ദോശേൻ്റെ മീൻ പൊള്ളിച്ചത് ഒരു രക്ഷയില്ല. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.